പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും 4-ാം മാസത്തിന്റെ 20-ാമത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ പ്രഭാതവും ഈ വചന സന്ദേശം ശ്രവിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും വാത്സല്യ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു. കർത്താവിൻ്റെ ദാസിദാസന്മാരെ, ഈ 4-ാം മാസത്തിൻ്റെ 20-ാമത്തെ പ്രഭാതത്തിലും ദൈവം നമ്മെ ആയുസ്സോടെ ആരോഗ്യത്തോടെ കൊണ്ടുവന്നല്ലോ. നമ്മെ ജീവിതത്തിൽ തകർച്ചു കളയുവാൻ, നമ്മുടെ ഉയർച്ചകൾക്ക് വിരുദ്ധമായി, നമ്മുടെ സന്തോഷത്തിനും സമാധാനത്തിനും ശുശ്രൂഷകൾക്കും എതിരായി, നമ്മുടെ ആരോഗ്യത്തിനെതിരായി, നമ്മുടെ കുടുംബ ജീവിതത്തിൻ്റെ സന്തോഷങ്ങൾക്കെതിരായി എത്രയോ പീഡകൾ, എത്രയോ ശത്രുവിൻ്റെ ഹാലയിലെ പോരാട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ആഞ്ഞടിച്ചു. യേശു ക്രിസ്തുവിനെ നോക്കൂ. തൻ്റെ യാത്രയിൽ തിരമാലകൾ ഉയർന്നു വന്നു. ശക്തമായ കാറ്റുകൾ അടിക്കുവാൻ തുടങ്ങി. തിരമാലകൾ ഉയർന്നു പോകുവാൻ തുടങ്ങി. പടകാടി ഉലയുവാൻ തുടങ്ങി. കൂടെയിരുന്ന ശിഷ്യന്മാർ പോലും ഭയപ്പെട്ട്, നാഥ, ഞങ്ങൾ നശിച്ചു പോകുന്നത് നിനക്ക് വിചാരമില്ലയോ എന്ന് ചോദിച്ച് നിലവിളിക്കുവാനിടയായി. കഷ്ടതയുടെ നടുവിൽ കൈവിട്ട് പോകുന്ന ദൈവമല്ല നമ്മുടെ കർത്താവ്. കഷ്ടതയിൽ കൂടെ ഇരുന്ന് നമ്മെ വഴി നടത്തുന്ന ദൈവമാണ് നമ്മുടെ കർത്താവ്. ഇന്ന് പ്രഭാതം പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവസേനയിൽ പ്രവേശിക്കാം. ഹല്ലേലൂയ. 140-ാം സങ്കീർത്തനക്കാരൻ പാടുന്നു, യഹോവ പീഡിതന്റെ വ്യവഹാരവും ദരിദ്രന്മാരുടെ ന്യായവും നടത്തി എന്ന് ഞാൻ അറിയുന്നു. വാർത്താമാധ്യമങ്ങളിൽ ദിനംതോറും പ്രത്യക്ഷപ്പെടുന്ന വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് വിവിധ തരത്തിലുള്ള പീഡനങ്ങളുടെ കഥകളും അവയുടെ ചിത്രങ്ങളുമാണ്. കുഞ്ഞുങ്ങൾ വിവിധ തരത്തിൽ പീഡിപ്പിക്കപ്പെടുന്നു. യുവാക്കൾ ലൈംഗികമായും ശാരീരികമായും പീഡിപ്പിക്കപ്പെടുന്നു. ദരിദ്രന്മാർ ചൂഷണം ചെയ്യപ്പെടുന്നു. വൃദ്ധ മാതാപിതാക്കളെ ക്രൂരമായി മക്കൾ പീഡിപ്പിക്കുന്നു. മുതലാളി, തൊഴിലാളി, പീഡനങ്ങൾ എന്ന് വേണ്ട ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലുമുള്ളവരും ഭാഷാ വർഗ വ്യത്യാസമില്ലാതെ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഓരോ ദിനവും വാർത്തകൾ വായിച്ച് നമ്മുടെ മനസ്സ് മരവിച്ചു പോകുന്നു. ശാരീരിക പീഡനങ്ങൾ കൂടാതെ മാനസിക പീഡനങ്ങളാലും ജനങ്ങൾ പൊറുതിമുട്ടുന്നു. എന്തെല്ലാം നിയമങ്ങൾ ഉണ്ടായാലും പീഡന പരമ്പര കൂടിക്കൂടി വരുന്നതല്ലാതെ കുറയുന്നില്ല. ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ എല്ലാവരും പീഡ അനുഭവിക്കുന്നവരുമാണ്. വിവിധ തരം രോഗങ്ങൾ, വർദ്ധിച്ചു വരുന്ന മാനസിക സംഘർഷങ്ങൾ, ആഹാരത്തിന് വകയില്ലാതെ വിശപ്പ് കൊണ്ട് കഷ്ടപ്പെടുന്നവർ എന്നിവരുടെ എണ്ണവും കുറവല്ല. കടഭാരത്താൽ ഉറങ്ങുവാൻ പോലും കഴിയാത്തവർ, മക്കളുടെ വഴിവിട്ട ജീവിതം നിമിത്തം നീറി കഴിയുന്ന മാതാപിതാക്കൾ, ഹല്ലേലൂയ, മക്കളാൽ തിരസ്കരിക്കപ്പെട്ട വൃദ്ധ മാതാപിതാക്കളാൽ ഉപേക്ഷിക്കുന്ന എത്രയോ അനാഥരായ കഴിയേണ്ടി വരുന്ന കുഞ്ഞുങ്ങൾ തുടങ്ങി വിവരിച്ചാൽ തീരാത്ത പ്രശ്നങ്ങളാൽ പീഡ അനുഭവിക്കുന്ന ശതകോടികളുടെ കണക്കുകൾ നമുക്ക് നിരത്തിവെക്കുവാൻ കഴിയും. ഇങ്ങനെയുള്ള പീഡകളുടെ നടുവിൽ മനുഷ്യർ ആശ്രയിക്കുന്നത് ഈശ്വരന്മാരെയും അവരുടെ ശുശ്രൂഷകന്മാരെയും ഒക്കെ ആയിരിക്കാം. എന്നാൽ അവിടെയും അവർ ചതിക്കപ്പെടുന്നു. മനുഷ്യന്റെ ബലഹീനതകളെ ചൂഷണം ചെയ്യുന്ന വ്യാജ ദൈവങ്ങൾ, മന്ത്രവാദികൾ, പൂജാരികൾ, പുരോഹിതന്മാർ, പാസ്റ്റർമാർ എന്നിവരാലും ജനങ്ങളുടെ പീഡകൾ വർദ്ധിച്ചു വരുന്നു. പാപനിമിത്തം ദൈവത്തിൽ നിന്നും അകന്നുപോയ മനുഷ്യവർഗത്തിന് ദൈവത്തിൻ്റെ അടുക്കൽ വന്നല്ലാതെ സമാധാനം ഉണ്ടാകുകയില്ല. യേശുവിൻ്റെ അടുക്കൽ വന്നാൽ നിശ്ചയമായും നമുക്ക് സമാധാനമുണ്ടാകുകയും നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരികയും ചെയ്യും. പലരും യേശുവിൻ്റെ അടുക്കൽ വന്നാൽ വീട് കിട്ടും, കാറ് കിട്ടും, ജോലി കിട്ടും, ഈ ലോകത്തിൻ്റെ എല്ലാ സുഖ സൗകര്യങ്ങളും കിട്ടുമെന്ന് പറഞ്ഞ് ജനത്തെ ദിനംതോറും കബളിപ്പിച്ചുകൊണ്ട് വീണ്ടും അവരെ പീഡിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മാനസികമായും സാമ്പത്തികപരമായും എല്ലാ നിലകളിലും അവർക്ക് പീഡ തന്നെയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്.
ദരിദ്രന്മാരെ ലോകം അവഗണിക്കുകയും അവർ പിന്നെയും അധികം ദരിദ്രനായി തീരത്തക്ക നിലയിൽ മറ്റുള്ളവർ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അവരുടെ ന്യായം കേൾക്കുവാനോ അവരെ ഉയർത്തിക്കൊണ്ട് വരുവാനോ മറ്റുള്ളവർ ശ്രദ്ധിക്കാതെ ഇരിക്കുമ്പോൾ ദൈവത്തോട് അടുത്തു ചെല്ലുന്ന ദരിദ്രനെ ദൈവം ഉയർത്തുക തന്നെ ചെയ്യും. ആമേൻ, ഹല്ലേലൂയ. എന്നാൽ വിശ്വസ്തതയോടുകൂടെ നിൽക്കണം. ദൈവത്തിൻ്റെ വിശ്വസ്തതയിൽ, ആമേൻ, ഹല്ലേലൂയ, ദൈവത്തോട് കൂടെ ചേർന്ന് പറ്റി നിന്ന് ദൈവിക നന്മകളെ പ്രാപിക്കുവാൻ ഇടയാകും. മിസ്രൈമിൽ ആയിരുന്ന ഇസ്രായേൽ ജനത്തെ ഫറവോൻ വളരെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നു. എന്നാൽ അത് അധികകാലം തുടരുവാൻ ദൈവം അനുവദിച്ചില്ല. ദൈവം അവരുടെ നിലവിളി കേൾക്കുകയും അവരെ പീഡയിൽ നിന്ന് വിടുവിക്കുകയും ചെയ്തു. നമ്മെ ഒരു നാളും കൈവിടുകയില്ല എന്ന് നമ്മുടെ കർത്താവ് വാക്ക് പറഞ്ഞിട്ടുണ്ട്. കുഞ്ഞെ, അവൻ പ്രവാചക ശിഷ്യന്റെ വിധവയെയും മക്കളെയും അടിമയാക്കുവാൻ കടക്കാർ വന്നപ്പോൾ ദൈവം അവരെ പീഡകരുടെ കയ്യിൽ നിന്നും വിടുവിക്കുകയും അവരുടെ കയ്യിൽ ഏൽപ്പിക്കാതെ അവരെ സംരക്ഷിക്കുകയും ചെയ്തുവല്ലോ. ആകയാൽ പ്രിയ ദൈവപൈതലേ, ഉന്നതന് മീതെ ഒരു ഉന്നതനും അവർക്ക് മീതെ ഒരു അത്യുന്നതനുമുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് നമുക്ക് ദൈവത്തിൽ ഈ പ്രഭാതം ആശ്രയിക്കാം. തൻ്റെ ജനമായ ഇസ്രായേലിനെ നശിപ്പിക്കുവാനും പ്രവാചകനായ ഏലീശായെ തകർത്തു കളയുവാനും വേണ്ടി ശത്രുഗണം പ്രവാചകന്റെ ഭവനം വളഞ്ഞപ്പോൾ ഉണ്ടായ ദൈവിക കരുതൽ എത്ര ശ്രേഷ്ഠമാണ്! അനർത്ഥ ദിവസത്തിൽ ദൈവം നമ്മെ തൻ്റെ കൂടാരത്തിൽ മറയ്ക്കുവാൻ ഇടയാകും. നമ്മെ കഷ്ടതയിൽ വീണുപോകാതെ തൻ്റെ മറവിൽ നമ്മെ മറയ്ക്കുവാൻ ദൈവം ശക്തനാണ്. പാറമേൽ നമ്മെ ഉയർത്തുവാൻ ഇടയാകും. ആകയാൽ നമ്മെ പീഡിപ്പിക്കുവാൻ ദൈവം ആരെയും അനുവദിക്കുകയില്ല. കുഞ്ഞെ, നമുക്ക് ഈ പ്രഭാതത്തിൽ ഹല്ലേലൂയ, നമ്മെ സംരക്ഷിക്കുന്ന, നമ്മെ സ്നേഹിക്കുന്ന, നമ്മെ കരുതുന്ന, നമ്മെ നടത്തുന്ന, നമ്മുടെ സ്തോത്രം ഹല്ലേലൂയ, കഷ്ടതയെ അറിയുന്ന, നമ്മുടെ ശൂന്യതകളെ അറിയുന്ന ദൈവത്തിൽ ആശ്രയിക്കാം. മനുഷ്യനിൽ ആശ്രയിച്ചാൽ നാം ലജ്ജിച്ചു പോകും. പലരും ഞാനുണ്ടല്ലോ, സാരമില്ല, ഞാൻ നോക്കിക്കൊള്ളാം, ഞാൻ കരുതിക്കൊള്ളാം എന്നൊക്കെ എത്ര പേർ പറഞ്ഞാലും സ്തോത്രം ഹല്ലേലൂയ, നമ്മുടെ കർത്താവിനെ പോലെ കരുതുന്ന ആരും ഈ ഭൂമിയിലില്ല. ആകയാൽ നമ്മുടെ കർത്താവിൽ തന്നെ നമുക്ക് ആശ്രയിക്കാം. യഹോവയിൽ ആശ്രയിക്കുന്നവൻ കുലുങ്ങിപ്പോകാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാണ്. ആകയാൽ വചനത്തിൽ പ്രത്യാശ വെച്ചുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് ഈ പ്രഭാതം പ്രാർത്ഥനയോടുകൂടി ദൈവത്തിലായിരിക്കാം. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല കർത്താവേ, അനുഗ്രഹവും പ്രശാന്തവുമായ നല്ല പ്രഭാതത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. യഹോവ പീഡിതന്റെ വ്യവഹാരവും ദരിദ്രന്മാരുടെ ന്യായവും നടത്തുമെന്ന് സങ്കീർത്തനക്കാരൻ അറിഞ്ഞതുപോലെ അനേക കർത്താവേ അനുഭവങ്ങളിൽ കൂടെ തൻ്റെ ഭക്തന്മാരെ കർത്താവ് നടത്തിയ വിധങ്ങളെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതം കർത്താവ് ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ ദൈവദാസന്മാരെയും ദൈവദാസിമാരെയും വാത്സല്യ കുഞ്ഞുങ്ങളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കഷ്ടതയുടെ നടുവിൽ കൂടെ കടന്നു പോകുന്നവർ, ഹോസ്പിറ്റലിൽ അഭയം പ്രാപിച്ചവർ, കർത്താവെ രോഗികളായി പല വിധങ്ങളിൽ ഭാരപ്പെടുന്ന പീഡകൾ അനുഭവിക്കുന്നവർ, ഏകാന്തതയുടെ അനുഭവങ്ങളിൽ, വാർദ്ധക്യ ബലഹീനതയിൽ കർത്താവെ കഷ്ടതയോടുകൂടെ ആയിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവരെ പീഡയിൽ നിന്നും വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സമാധാനവും സന്തോഷവും പകരണമേ. സാമ്പത്തിക ഞെരുക്കങ്ങളിലായിരിക്കുന്നവർ, ഭീമമായ കടബാധ്യതയുടെ നടുവിൽ കർത്താവെ ഹല്ലേലൂയ പകച്ചു നിൽക്കുന്നവരെ എൻ്റെ ദൈവം ആശ്വസിപ്പിക്കണമേ. കർത്താവെ സ്തോത്രം. നല്ല ഭവനമില്ലാതെ വാടക കൊടുക്കും വാടക ഭവനങ്ങളിൽ പാർത്ത് വാടക കൊടുക്കുവാൻ കഴിയാതെ വാഹനത്തിൻ്റെ ഫൈനാൻസുകൾ കൊടുക്കുവാൻ കഴിയാതെ അങ്ങനെ കുഞ്ഞുങ്ങളുടെ ഭാവിക്കായി, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസങ്ങൾക്കായി, വിവാഹ ജീവിതങ്ങൾക്കായി സാമ്പത്തികത്തിന് വേണ്ടി ഞരങ്ങുന്ന അനേക ദൈവദാസന്മാരുണ്ടല്ലോ. കർത്താവെ, ഇന്ന് പ്രഭാതത്തിൽ ദൈവം എല്ലാവരെയും മാനിക്കണമേ, അനുഗ്രഹിക്കണമേ. എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും പകരണം. ഈ പ്രഭാതം
ഹോസ്പിറ്റലുകളിൽ അഭയം പ്രാപിച്ചവരുണ്ട് കർത്താവേ. ആമേൻ. സ്തോത്രം. ഡയാലിസിസ് ചെയ്യുന്നവരുണ്ട് കർത്താവേ. സ്തോത്രം. ഹല്ലേലൂയ. ഓരോ രോഗ ബലഹീനതയിൽ കൂടെ കടന്നു പോകുന്ന ഓരോ പ്രിയപ്പെട്ടവരെ എൻ്റെ ദൈവം സൗഖ്യത്തിൻ്റെ കരമയച്ചു വിടുവിക്കണം. ഇന്ന് പ്രഭാതം എല്ലാവരെയും നിറഞ്ഞ ഹൃദയത്തോടെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മീയ ഭൗതിക നന്മകൾ നൽകി മാനിക്കണം, ആദരിക്കണം, അനുഗ്രഹിക്കണം, മഹത്വമെടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥനയിൽ കേണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.